വാർത്തകൾ തുടരുന്നു. കറുത്ത കോട്ടിനോട് ഗുഡ് ബൈ. ബിരുദദാന ചടങ്ങിൽ ഇന്ത്യൻ വസ്ത്രങ്ങൾ മതിയെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബിരുദദാന ചടങ്ങിനുള്ള വസ്ത്രധാരണത്തിൽ കൊളോണിയൽ രീതി ഒഴിവാക്കാൻ കേന്ദ്ര നിർദ്ദേശം. ബ്ലാക്ക് റോബ് ഉപേക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. എയിംസ്, INIS ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കറുത്ത കുപ്പായവും തൊപ്പിയും ധരിക്കുന്ന നിലവിലെ രീതി ബ്രിട്ടീഷ് ഭരണകാലത്തിന്റേതാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. ഓരോ സ്ഥാപനവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും പ്രതിഫലിപ്പിക്കുന്ന പുതിയ വസ്ത്രരീതി രൂപകൽപ്പന ചെയ്യാൻ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നും കൊളോണിയൽ രീതി ഉപേക്ഷിക്കണമെന്നും മന്ത്രാലയം സ്ഥാപനങ്ങൾക്കയച്ച കത്തിൽ പറയുന്നു. 2022 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മുന്നോട്ടുവെച്ച പഞ്ചപ്രാൻ പ്രതിജ്ഞകളുമായി നീക്കം അടുത്തു നിൽക്കുന്നു. ഇന്ത്യയുടെ വേരുകളിൽ അഭിമാനിക്കാനും ജീവിതത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും കൊളോണിയൽ സ്വാധീനം ഇല്ലാതാക്കുവാനും അന്ന് മോദി നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്ര തീരം മുതൽ കേരളത്തിന്റെ വടക്ക് തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടു. പശ്ചിമ ബംഗാളിനും വടക്ക് കിഴക്ക് ജാർഖണ്ഡിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതും ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുമാണ് കേരളത്തിലെ മഴ ശക്തമാക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 27-നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ്. ഇതുപ്രകാരം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഗൂഗിൾ പേ വഴി തന്റെ അക്കൗണ്ടിൽ 80,000 രൂപ എത്തിയത് കണ്ട സിജു ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ നേരെ ബാങ്കിലെത്തി വിവരം പറഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ മുന്നോടിയായി കൊടകരയിൽ വിളംബര വാഹന ഘോഷയാത്ര നടത്തി. അഷ്ടമി രോഹിണി നാളിൽ ഉച്ചതിരിഞ്ഞ് 3-ന് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നിന്നും മഹാശോഭയാത്രയായി ടൗൺ ചുറ്റി ഗാന്ധിനഗറിൽ സമാപിക്കുന്ന ശോഭയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും വിപുലമായ ക്രമീകരണങ്ങളാണ് ബാലഗോകുലങ്ങളിൽ നടത്തിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു.
एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि ചന്ദനമായി നറുചന്ദനമാക്കണേ കണ്ണൻ്റെ മാറിലെ ചന്ദനമൻ്റെ തിരുമുടിയിൽ മയിൽപ്പീലിയാക്കണേ ഗോവിന്ദ 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 ഹരി 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 ഗോവിന്ദ 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 നാരായണ ഗോവിന്ദ 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 നാരായണ ഗോവിന്ദ 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 നാരായണ കാൽത്തളയാക്കണേ കാൽത്തളയാക്കണേ കണ്ണൻ്റെ കാലിലെ കാൽത്തള ഗൂഗിൾ പേ വഴി തന്റെ അക്കൗണ്ടിൽ 80,000 രൂപ എത്തിയത് കണ്ട സിജു ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ നേരെ ബാങ്കിലെത്തി വിവരം പറഞ്ഞു. ചാലക്കുടി നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരനായ സിജുവിന്റെ സത്യസന്ധതയിൽ പണം തിരിച്ചു കിട്ടിയത് ഒഡീഷയിലെ കുടുംബത്തിന്. അതും മകളുടെ വിവാഹാവശ്യത്തിനുള്ള തുക. അക്കൗണ്ടിൽ പണം വന്നതായി മെസ്സേജ് കണ്ടപ്പോൾ വിയാർപുരം സ്വദേശിയായ സിജു തനിക്ക് അക്കൗണ്ടുള്ള SBI ശാഖയിൽ എത്തുകയായിരുന്നു. ഇന്നലെ 2:30 സമയത്താണ് ഞാൻ ഫോണിൽ ശ്രദ്ധിച്ചത്. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ഫോണിൽ കണ്ടു. അപ്പോൾ ഞാൻ അതിന്റെ ചേട്ടനെ വിളിച്ച് അറിയിച്ചു. ഇങ്ങനെ 40 വെച്ച് 50,000 കണ്ടപ്പോൾ വാട്സാപ്പിൽ കണ്ടപ്പോൾ ഗൂഗിൾ പേ കണ്ടപ്പോൾ അയച്ച് ചോദിച്ചത്. എന്നിട്ട് അതിനുശേഷം അപ്പം ഞാൻ ഓഫീസിൽ മുനിസിപ്പൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ ശിവചേട്ടൻ, വലിച്ചേച്ചി, പിന്നെ ഹെൽത്ത് ചെയർമാൻ ദീപചേട്ടൻ അവരെ കണ്ട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബാങ്കിൽ പോയി എൻ്റെ ഇത് കൊടുക്കാൻ പറഞ്ഞു. ബാങ്കിൽ ചെന്ന് അവിടെ ബാങ്കുകാരായിട്ട് സംസാരിച്ച് അപ്പോൾ അവർ ബാങ്കിൽ നിന്ന് ഈ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ട് അവർ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ വളരെ ഞങ്ങൾ കറക്റ്റ് നമ്പറിൽ അയച്ചാണത്, തെറ്റിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വന്നല്ല. അപ്പോൾ വീണ്ടും അവിടെ ഓഫീസർ തന്നെ സാറ് പറഞ്ഞ് തെറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അവർ സംശയം അപ്പോഴാണ് നോക്കണത്. അപ്പോൾ അവർക്ക് തെറ്റുപറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. ഒറീസയിലുള്ള ആൾക്കാരാണ്. പണം അയച്ച നമ്പറിലേക്ക് ബാങ്ക് അധികൃതർ വിളിച്ച് വിവരം അറിയിച്ചപ്പോഴാണ് ഒറീസയിലുള്ള ഒരു കുടുംബം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് മറ്റൊരാൾക്ക് അയച്ച പണമാണെന്നും നമ്പർ തെറ്റി സിജുവിന്റെ അക്കൗണ്ടിലേക്ക് വന്നതാണെന്നും മനസ്സിലായത്. പൈസ തെറ്റി അയച്ചതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒറീസയിലെ ബാങ്കിൽ ചെന്ന് വിവരം അറിയിക്കാൻ അവരോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ അവർ ബാങ്കിൽ ബന്ധപ്പെട്ടു. തുടർന്ന് ഒഡീഷയിലെ ബാങ്ക് അധികൃതർ ചാലക്കുടി SBI ശാഖയെ വിവരം അറിയിക്കുകയായിരുന്നു. അക്കൗണ്ട് വഴി പണം തിരിച്ചയച്ചാൽ മതിയെന്ന് സിജുവിനോട് മാനേജർ പറഞ്ഞെങ്കിലും ബാങ്ക് സമയം കഴിഞ്ഞതിനാൽ സാധിച്ചില്ല. അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച അക്കൗണ്ടിലൂടെ പണം തിരിച്ചയക്കുമെന്ന് സിജു അറിയിച്ചു. അവരെ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ച പൈസ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് അയച്ചതാ. തെറ്റി എൻ്റെ നമ്പറിലേക്ക് വന്നു. അത് എന്നിട്ട് അവരെ വിളിച്ച് ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ച് അവർ പറഞ്ഞു അവിടുത്തെ ബ്രാഞ്ചിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പോയി ബാങ്കിൽ പോയി പറഞ്ഞു. ആ ബാങ്കിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവിടുന്ന് 3 മണിക്ക് ശേഷം പോയത്. അവിടെ നിന്ന് 4-4:30 ഇതല്ല. അപ്പോൾ പിന്നെ ബാങ്കിൻ്റെ ക്യാഷിൻ്റെ സമയം കഴിഞ്ഞു, ക്ലോസ് ആക്കി. പിന്നെ അപ്പോൾ ഇന്ന് ശനിയാഴ്ച അപ്പോൾ അയക്കാൻ പറ്റില്ല, നാളെ ഞായറാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച അയക്കാമെന്നാണ് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച അയക്കാൻ പറ്റില്ല, ഞാൻ അറിഞ്ഞില്ല, ശ്രീകൃഷ്ണ ജയന്തിയിൽ ശ്രദ്ധിച്ചില്ല മുടക്കായി. അപ്പോൾ അവർ ഇത് വിളിച്ചറിയിക്കുന്നുണ്ട്, ചൊവ്വാഴ്ച ഇനി അയക്കാൻ പറ്റുള്ളൂ, ചൊവ്വാഴ്ച അയക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഡീറ്റെയിൽസൊക്കെ അവർ നമുക്ക് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവരതിൽ അയച്ചു കൊടുക്കണം. ഓണം സീസണിലെ തിരക്ക് പരിഗണിച്ച് അധികമായി 58 അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ച് KSRTC. ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ഉദ്ദേശിച്ചാണ് സർവീസ്. സെപ്റ്റംബർ 9 മുതൽ 23 വരെയാകും ഓണം സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാവുക.
പ്രത്യേക റൂട്ടിലേക്ക് അധികമായി യാത്രക്കാർ ബുക്കിംഗ് ഉണ്ടായാൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഉത്സവകാലം പ്രമാണിച്ച് സ്വകാര്യ ബസ്സുകൾ അധിക നിരക്ക് ഈടാക്കുന്നത് തിരിച്ചറിഞ്ഞാണ് കൂടുതൽ സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചത്. KSRTC പ്രത്യേക സർവീസിന് അധിക നിരക്ക് ഈടാക്കില്ലെന്നും അറിയിച്ചു. എല്ലാ പ്രധാന ഡിപ്പോകളിൽ നിന്നും ബസ്സുണ്ടാകും. ഓണം പ്രമാണിച്ച് കർണാടക RTCയും കേരളത്തിലേക്ക് അധികമായി 21 സർവീസുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓണം സീസണിൽ KSRTCക്ക് 71 കോടി രൂപയാണ് വരുമാനം ലഭിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാത നോവൽ ബാല്യകാലസഖിയുടെ 60ാം വാർഷികം പ്രമാണിച്ച് പൂലാനി നവമാറ്റുലി കുട്ടി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഉപജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഇമ്മിണി വല്യ 1 എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് BRCയുടെ സഹകരണത്തോടെ ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചത്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ MG ബാബു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി രക്ഷാധികാരി TS മനോജ് അധ്യക്ഷത വഹിച്ചു. അനാമിക P അജയ് ഘോഷ്, MP ശ്രീവിദ്യ, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ CG മുരളീധരൻ മുഖ്യ അതിഥിയായിരുന്നു. വിവിധ ഹൈസ്കൂളുകളിൽ നിന്നായി 33 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത, ബിരുദാനന്തര ബിരുദം, ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 2 രാവിലെ 11 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളങ്ങുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരേണ്ടതാണ്. ചാലക്കുടി ആനമല റോഡിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നതിനാലും തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്നും 350 മീറ്റർ മാറി CHൽ ശക്തമായ മഴയിൽ തകർന്ന കൽവർട്ടിന്റെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാലും ഞായറാഴ്ച കൂടി മലക്കപ്പാറയിലേക്കുള്ള തമിഴ്നാട് ചെക്ക് പോസ്റ്റിലും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലും ഗതാഗതം തടസ്സപ്പെടുമെന്ന് KRFB PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചാലക്കുടി വനിതാ ITൽ ക്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്മാൻ സിവിൽ വിഷയത്തിൽ NTC NACയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഓഗസ്റ്റ് 29 രാവിലെ 10 ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITA പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 0480270816 9497061668. ചാലക്കുടി MG റോഡിൽ ഉള്ളാട്ടിക്കുളം മത്തായി ആന്റണി നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ. കൊരട്ടി മാമ്പ്ര വയലത്തറ വേലായുധൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പോട്ടപ്പുതുശ്ശേരി കാട്ടാളൻ ജേക്കബ് നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി. ഗതാഗത മന്ത്രി വാക്കുപാലിച്ചില്ലെന്നാരോപിച്ച് കരയാമ്പറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ MLAയും അതുപോലെ തന്നെയുള്ള മന്ത്രിയും അടക്കമുള്ള ആളുകൾ വന്നു. വളരെ നല്ല രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ചാലക്കുടി നഗരസഭയിൽ വിവിധ റോഡുകൾക്ക് സനീഷ് കുമാർ ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ഓണം സീസണിലെ തിരക്ക് പരിഗണിച്ച് അധികമായി 58 അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ച് KSRTC. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.